അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ മൺസൂൺ എത്തിയിരിക്കുകയാണ്. അപ്പോൾ രാവിലെ നോക്കിയപ്പോൾ നല്ല മഴ. എന്നാൽ നേരെ കോടനാടക്ക് വെച്ച് പിടിക്കാൻ ഓർത്ത് വണ്ടി എടുത്തപ്പോൾ നല്ല പെരും മഴ, നല്ല മൂഡ്. കോടനാട് അറിയാമല്ലോ, ഇവിടെ എറണാകുളത്തിൻ്റെ കൊച്ചു ഗ്രാമമാണ് കോടനാട്. പെരിയാറിൻ്റെ സൈഡിലുള്ള ചെറിയൊരു ഗ്രാമം. അപ്പോൾ നേരെ പോകുന്ന വഴിക്ക് നല്ലൊരു വൈബൊക്കെ കിട്ടി. നേരെ കാഞ്ഞൂർ വഴി പോകാമെന്ന് ഓർത്ത്, പക്ഷേ കാഞ്ഞൂർ വഴി പോകണക്കാട്ടി നല്ലത് പെരുമ്പാവൂർ റൂട്ട് പിടിക്കാമെന്ന് വെച്ചു. പെരുമ്പാവൂരിന് ലെഫ്റ്റിലേക്കൊരു പാലം ഉണ്ടല്ലോ, ആ പാലം കയറി അപ്പുറത്ത് മലയാറ്റൂരിൻ്റെ ആ പോണ വഴിയെത്താം. അവിടെ നേരെ കോടനാടാണ്. ഈ പോണ വഴിക്ക് നമ്മൾ ആ പാലമൊക്കെ കഴിഞ്ഞ് നേരെ ഈ മഴ, ചാറ്റൽ മഴ പോലെ മഴ ഉണ്ടായിരുന്നു. നേരെ നോക്കിയപ്പോൾ സൈഡിൽ നല്ലൊരു വ്യൂ, ഒരു പള്ളി, നല്ല മഴ, അത്യാവശ്യം കോട ആ സൈഡിലൊക്കെ ഉണ്ടായിരുന്നു. നേരെ മലയിൽ അങ്ങനെ നേരെ കോടനാടിൻ്റെ എൻട്രി എത്തി. റോഡൊക്കെ ആകെ മോശമാണ്, മഴക്കാലമായതുകൊണ്ട് ചെളിയും ഇതൊക്കെ ഇട്ടിരിക്കുന്നതാണ്. നേരെ പോയി ടിക്കറ്റ് എടുത്ത് നേരെ കയറി. അപ്പോൾ ഫ്രണ്ട്സ്, ആ സ്ഥലം ഒന്ന് കാണണം. കാരണം ഞാൻ കുഞ്ഞിലെ പോയിട്ടില്ല കോടനാട്, വളരെ ചെറുപ്പത്തിൽ പോയ സ്ഥലമാണ് കോടനാട്. ഞാൻ വലിയ ഇത്രയും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. കാരണം വെച്ചെങ്കിൽ കോടനാട് സ്ഥലവും സാധാരണ സ്ഥലം എന്നാ ഓർത്ത് വെച്ചു. പക്ഷേ കോടനാടിൻ്റെ അകത്ത് ഈ പാർക്കിൻ്റെ ശരിക്കും എലിഫാൻറ്റ് ട്രെയിനിങ് സെൻ്റർ ആണല്ലോ. ഞാൻ എന്നെ കാണാനും കൂടി വന്നത് ഞാൻ ഈ കുറച്ച് വികൃതിയായിട്ടുള്ള ആനകളൊക്കെ ഒന്ന് ട്രെയിൻ ചെയ്യുന്ന സ്ഥലമാണ്. അങ്ങനെ ഞാൻ നേരെ ഒറ്റക്ക് നേരെ കയറി. അപ്പോൾ അവിടെ ആരും ഉണ്ടായില്ല. ഫസ്റ്റ് കയറിയപ്പോൾ 2 കപ്പിൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ അടുത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുന്ന വെച്ചു. പക്ഷേ അവിടെ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ടായിരുന്നു. കുറച്ച് ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ബട്ടർഫ്ലൈ ഉണ്ടല്ലോ. കാരണം എനിക്കൊന്ന് ഈ മഴ കാരണം ഈ പറഞ്ഞ പോലെ ബട്ടർഫ്ലൈസ് ഒന്നും അധികം ഉണ്ടായില്ല. പക്ഷേ ഒറ്റക്ക് അവിടെ കൂടി നടക്കാൻ ഭയങ്കര മൂടായിരുന്നു. ഈ എലിഫാൻറ്റിനെ കാണണം എന്നൊരു സീനിൽ ഞാൻ നടന്ന് റൈറ്റിലേക്ക് കയറി. അപ്പോൾ ഈ കാപ്പിരിക്കാട് എന്നൊരു സ്ഥലത്തെത്തി. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന വെച്ചെങ്കിൽ ഇവിടുത്തെ ആ ഒരു സൗണ്ട് ഉണ്ട്. ഈ സൗണ്ട് തെറാപ്പിനൊക്കെ പറഞ്ഞ ഒരു സംഭവമില്ല, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവം ഉണ്ടാവും. എൻ്റെ അഭിപ്രായത്തിൽ ഈ മൺസൂൺ ഒന്ന് ഫീൽ ചെയ്യാൻ ഈ കാടും മലകളും കാടൊക്കെ അങ്ങനെ ഇഷ്ടപ്പെടുന്നവർ ഈ ഒരു കാട് എക്സ്പ്ലോർ ചെയ്യാൻ പോകണം കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, ഒറ്റക്ക് തന്നെ പോകണേ കുറച്ച് നല്ലത്. കാരണം കുറേ പേരൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് ആ ഒരു സാധനം ഉണ്ടാവില്ല. കാരണം നമ്മൾ വേറെ ഇതിൽ പെട്ടു, കമ്മ്യൂണിക്കേഷനിൽ പെട്ടു. ഇതാകുമ്പോൾ ഒറ്റക്ക് ആരും സംസാരിക്കാനില്ല, നമ്മൾ നേരെ പ്രകൃതിയോട് മാത്രമുള്ള ഒരു വൈബില്ലേ, അത് കിട്ടും. അങ്ങനെ അവിടെ നിന്ന് ഞാൻ ഈ കാടിങ്ങനെ നടന്ന് കുറച്ചൊക്കെ നടന്നു പോയപ്പോൾ ആരുമില്ല. ചെറിയൊരു ഇതടിച്ചെങ്കിലും, നെഗടിച്ചെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ആ ഒരു ഫോറസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് നമ്മൾ എൻജോയ് ചെയ്തു. എന്നാലും ഞാൻ നേരെ നടന്നു. അത്യാവശ്യം മഴയുണ്ട്. അങ്ങനെ സൈഡിലെത്തിയപ്പോൾ കുറച്ച് ഒരു മിനി സൂ കൂടിയാണുള്ളത്. അപ്പം മാനൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ സൂവിനോട് താല്പര്യമില്ല. കാരണം മൃഗങ്ങൾ എപ്പോഴും ഫ്രീ ആയിട്ട് നടക്കണം, എനിക്കതാണ് ഇഷ്ടം. പക്ഷേ അവിടെ സൂ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് നിർത്തി. പക്ഷേ ഈ സൂ നിൽക്കുന്ന സ്ഥലത്ത് കുറേ ബാമ്പു വെച്ചുള്ള ഒരു ട്രീ, അങ്ങനത്തെ സാധനം ഉണ്ടായിരുന്നു അവിടെ. അതൊരു കിഡിലെ സ്പോട്ടായിരുന്നു കേട്ടോ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ സ്ഥലം. കാരണം ആ ഒരു നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഈ സൈഡിൽ കുറേ മാൻകൂട്ടം കണ്ട സൈഡ് മിനി സാധനം സൂ, അപ്പോഴത്തെ മ്ലാവ കിടക്കുന്നുണ്ട്, അത് വേറെ ഇത്. പക്ഷേ ഈ ഒരു സ്ഥലം ഭയങ്കര ഭംഗിയായിരുന്നു കാണാനായിട്ട്. പ്രത്യേകിച്ച് ആരും ഇല്ലായിരുന്നു അവിടെ. അതാണ് ഏറ്റവും വലിയ ഈ കുറേ പേരൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ഒരു വൈബ് കിട്ടില്ല. നമ്മൾ ഒറ്റക്കാവുമ്പോൾ ആ ഒരു ഫീല് വേറെയാണ്. രാത്രിയല്ല ഉദ്ദേശിക്കുന്നത്, രാത്രി എനിക്ക് അത്ര വൈബായിട്ട് തോന്നുന്നുള്ള സ്ഥലം. കാരണം കാടായതുകൊണ്ട് അറിയാമല്ലോ, സീനല്ല ഉദ്ദേശിക്കുന്നത്, ഒരു ചെറിയൊരു പേടി തട്ടും എന്തെങ്കിലായിക്കോട്ടെ. അങ്ങനെ നമ്മൾ നേരെ നടന്നത് ഈ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഉള്ളൊരു ഫീലില്ലേ. അപ്പോൾ ഈ മഴയും ഉണ്ട്, ആ കാടിൻ്റെ സൗണ്ടും ഈ സ്ഥലവും കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ഋതമായിരുന്നു അത്. നമ്മൾ ഒറ്റക്ക് നിൽക്കുമ്പോൾ കിട്ടുന്ന മൂഡ് വേറെ ആയിരുന്നു. അങ്ങനെ ഞാൻ ഈ സ്ഥലം കുറേ നേരം എക്സ്പ്ലോർ ചെയ്തവിടെ. അപ്പോൾ 2 ചേട്ടന്മാർ വന്നു. എനിക്കൊന്ന് സെക്യൂരിറ്റീസാണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് വന്ന് അത് ജസ്റ്റ് എനിക്കൊന്ന് 2 സൈഡിലേക്കും പോകണ്ടായിരുന്നു അവർ. അപ്പം ഞാൻ ജസ്റ്റ് ആ മഴയുടെയും ആ കാടിൻ്റെയൊക്കെ സൗണ്ട് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഈ സൗണ്ട് തെറാപ്പി ഒക്കെ വെച്ചിട്ട് സാധനമില്ലേ, ശരിക്കും അവിടെയൊക്കെ മെഡിറ്റേഷൻ ചെയ്യണ ഒരു സ്പോട്ട്, മെഡിറ്റേഷൻ ചെയ്യണ ഒരു മൂഡൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. കാരണം ഈ കാട് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റിയ സ്പോട്ടാണ്. എനിക്ക് അപ്പം മനസ്സിലാവും. ഈ കോടനാട് ഞാൻ ഇത്ര പ്രതീക്ഷയില്ല കേട്ടോ. ഞാൻ ഇത്ര നല്ലൊരു മൂഡായിട്ടുള്ള സ്ഥലമൊന്നും ഞാൻ ഇതുവരെ ഓർത്തിട്ടില്ല. കാരണം ഞാൻ അവിടെ എറണാകുളത്തിൻ്റെ അടുത്താണ്. അപ്പം നമുക്കറിയാലോ ഈ എന്താണ് ഒരു ചൊല്ലുണ്ടല്ലോ, മുറ്റത്തെ മുല്ലക്ക് മണം ഉണ്ടാവില്ല, അതാരും മൂഡ് തന്നെയുണ്ട്. കാരണം ഞാൻ ഓർത്തില്ല ഇത്ര ഫീലാണെന്ന്.
അങ്ങനെ ഞാൻ നേരെ കണ്ട് നേരെ ഫ്രണ്ടിലേക്ക് നടന്നു. നമ്മൾ ആനെ കണ്ടിട്ടില്ല, ആനെ കാണാൻ വേണ്ടി വന്നു തന്നെയാണ്. നേരെ നടന്നു പോയപ്പോൾ കുറേ കിളികളുടെ ശബ്ദവും അപ്പം അപ്പോഴും നടന്നു പോയപ്പോൾ ആരും കാണുന്നില്ല. അതിനകത്ത് എന്ത് സീനാണത്. കാരണം വെച്ചാൽ ഒരാളും ടൂറിസ്റ്റ് ഉണ്ടാവേണ്ടതല്ല അവിടെ, ഞാൻ മാത്രമല്ല കാട്ടിലെന്ന് വെച്ചാൽ. ഞാൻ എന്നാലും ഉള്ളിൽ ഇത്തിരി പേടിയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ നടന്നു. കാരണം നമുക്ക് കാട് ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മളങ്ങനെ നടന്നു. കാടും മഴയും കൂടി ഒത്തു വരുമ്പോൾ വേറൊരു ഇതാണല്ലോ. അപ്പം ഞാനങ്ങനെ ഒറ്റക്ക് നടന്ന് അങ്ങനെ നടന്ന് പോയപ്പോൾ അവിടെ ഒരു ബോർഡ് കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി അതൊരു എലിഫാൻറ്റിൻ്റെ സ്ഥലത്തേക്ക് പോണ ബോർഡാണത്. അങ്ങനെ അറ്റത്ത് ഞാൻ എത്തി. അപ്പോൾ ഈ വഴിയിൽ ഈ അടിയിലൊക്കെ ഈ ഇലയൊക്കെ കിടക്കുകൊണ്ട് നല്ല രസമായിരുന്നു കാണാനായിട്ടത്. ഫുൾ പച്ചപ്പായിരുന്നു. ഈ മഴ ഉള്ളാറും നല്ല പച്ചപ്പായിരുന്നു അവിടെ. മൺസൂൺ ആയല്ല. അപ്പോൾ റൈറ്റിലേക്ക് പോകും ലെഫ്റ്റിലേക്ക് പോകും. റൈറ്റിലേക്ക് നോ എൻട്രി ബോർഡ് വെച്ചേക്കണം. അപ്പോൾ എനിക്ക് അങ്ങനെ പോകണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഈവിൾ ഡെത്ത് മൂവി അതിൻ്റെയൊക്കെ ആ സാധനമൊക്കെ ഓർമ്മ വന്നുകൊണ്ട് നമ്മളോട് വേണ്ട, ആ സീൻ വേണ്ട, ഒറ്റക്കാളല്ല, പേടുന്നില്ല എന്നാലും ചെറിയൊരു ഇത്. അപ്പോൾ നേരെ ലെഫ്റ്റിലേക്ക് എടുത്തിട്ട് നേരെ അങ്ങോട്ട് പോയി. ഫുൾ ചെള്ളിലേക്ക് ആയിരുന്നു അവിടെ. കാരണം എനിക്ക് മൊത്തം അട്ട ഉണ്ടാവുമെന്നൊരു പേടിയുണ്ട്. കാരണം ഞാൻ സാധാരണ ശരിപ്പെട്ടാണ് പോയേക്കണത്, മറ്റേ ട്രക്കിംഗ് ഷൂസൊന്നും ആയിരുന്നില്ല. അപ്പോൾ നല്ല അട്ടയൊന്നും ഉണ്ടായില്ല. നന വേണ്ടല്ലോ, അപ്പോൾ അട്ട ഉണ്ടാവും. പക്ഷെ അട്ട ഉണ്ടായില്ല, അങ്ങനെ സീൻ ഉണ്ടായില്ല. അങ്ങനെ അവിടെ നിന്ന് നേരെ അത്യാവശ്യം നടക്കാനുണ്ട് കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നടന്നു പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ കാടിൻ്റെ ഒരു മഴയും കൂടി ആയപ്പോൾ ഒരു മൂഡിൽ നടന്നു പോയി. അല്ലെങ്കിൽ ഞാൻ നടക്കാൻ ഇത്രയും മടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ. അപ്പം മനസ്സിലായി ആനയുടെ പല സാധനം വെച്ചിട്ടുണ്ടോ. വായിക്കാനും പോലും വായിച്ചിട്ട് സമയങ്ങളെന്ന് വെച്ചിട്ട് നേരെ അങ്ങനെ പോയത് പയ്യന്മാരെ നിൽക്കണ്ട അവിടെ അത്യാവശ്യം കൊമ്പന്മാർ നിൽക്കണ്ടായിരുന്നു. ഇവൻ കൊമ്പനല്ല കേട്ടോ, എനിക്കത് കുഞ്ഞാന്ന് തോന്നുന്നു ഇവൻ. പക്ഷേ ഇവിടെ 3 ആനയായിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അല്ലാതെ ഞാൻ ഈ 3 ആന, അതിനകത്ത് ഇത്ര ആനകളുള്ളൂ. ഒരിടത്തിന് ഈ ആനയുടെ അപ്പുറത്തെ ഭാഗത്തൊരുത്തൻ ആ സൈഡിലൊരുത്തൻ നിൽക്കണ്ടായിരുന്നു. അപ്പോൾ ഞാനോടത്ത് ഇത്ര ഉണ്ടാവുള്ളൂ. ഞാൻ നേരെ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യപ്പോൾ അവിടെ കുറച്ച് ഫാമിലി ഉണ്ടായിരുന്നു. ഒരു ഫാമിലിയോട് നിൽക്കണ്ടായിരുന്നു. അങ്ങനെ ആന ഇഷ്ടമുള്ളതുകൊണ്ട് കുറച്ച് നേരം അവിടെ ആനയൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഈ ആനച്ചൂരൊക്കെ ഉണ്ടാവില്ല, ആ ഒരു സ്മെല്ലൊക്കെ പ്രത്യേകം ഇഷ്ടമാണ്. ഈ കാട്ടിലൊക്കെ ഒരു അങ്ങനത്തെ ഒരു സ്മെല്ലൊക്കെ അനുഭവിക്കുന്നത് ഭയങ്കര നൈസ് ട്രിപ്പാണത്. അപ്പോൾ അതൊക്കെ ഒന്ന് അവിടെ നിന്ന് എൻജോയ് ചെയ്ത്. മഴ ഉണ്ടായിരുന്നു അപ്പോഴും നല്ലൊരു പോലെ, പക്ഷേ ഹെവി മഴയല്ല, മഴ ഇങ്ങനെ നൈസായിട്ട് വേണ്ടിയിരിക്കുക. നല്ല രസമായിരുന്നു കാണാത്. അത് ഭയങ്കര ആ മഴയുടെ ആ ഒരു ഇതും ആ ഒരു വിധം കാടിൻ്റെ ഗ്രീനറി എല്ലാം കൂടി. ഇപ്പോൾ ജോൺസൺ മാഷിൻ്റെ പാട്ടിൽ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം കൊണ്ട് അടിപൊളിയായിരുന്നു അവിടെ. അപ്പോൾ പിന്നെ നമ്മുടെ മെയിൻ സാധനം ചായ അത് കിട്ടിയില്ല, കാരണം അത് കിട്ടി പുറത്തേക്ക് പോകണം. അങ്ങനെ ഞാൻ നേരെ പോയപ്പോൾ ഏറ്റവും അറ്റത്തെത്തിയപ്പോൾ ദിവനൊക്കെ ഉണ്ട്. അവൻ മൂട് സാധനം ഇടുന്നു. പയ്യൻ വന്നിട്ട് 2018 പയ്യൻ വന്നേക്കണം അവിടെ. അപ്പോൾ എന്തോ ഒരു അലമ്പൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നേക്കണം അവിടെ. അപ്പോൾ അതിനിപ്പോൾ ട്രെയിൻഡ് ആയിട്ട് എടുത്തേക്കനാണ്. അപ്പോൾ ആ സൈഡിലെ ഇത്തിരി പ്രശ്നക്കാരനായിരുന്നു അവൻ. അങ്ങനെ അവിടെ നിന്ന് ഞാൻ വിട്ട് നേരെ നടന്നപ്പോഴാണ് ഫ്രണ്ട്സ് ഇതിങ്ങനെ വഴി നേരെ പോകണാണ്. അപ്പം ഞാൻ ഓർത്തൊരു കാര്യം ചെയ്യാം, അറ്റം വരെ എന്തായാലും വന്നേളൂ, ഇനിയിപ്പോൾ വരെ മുടക്കൊന്നുമില്ല. അങ്ങനെ ഞാൻ അവിടെ നിന്ന് നേരെ പിന്നെ നടന്നിട്ട് ഈ സ്ഥലത്തേക്ക് എത്തണല്ലോ. അപ്പം ഞാനോർത്ത് ഈ വഴി ഇങ്ങനെ ചുറ്റി വരുമ്പോൾ നമ്മളുടെ മറ്റേ നമ്മുടെ എക്സിറ്റ് അത് എത്തുമെന്ന് ചോദിച്ചു. അങ്ങനെ അവിടെ വരെ നടന്ന് പോയിക്കൊണ്ടിട്ട് സ്ഥലം എത്തല്ല. എവിടേക്ക് എത്താതെ എനിക്കും പാടിച്ച് ആരെയും കാണൂല. അതിനകത്ത് എന്തുകൊണ്ടാരോ അതിന് നീ തിരിച്ച് നടക്കണം അങ്ങോട്ട് പോകണം. ഈ ഒരു മൈൻഡിൽ കുറച്ച് നിന്നിട്ട് ഞാൻ പിന്നെ ഒന്ന് നേരത്തെ വന്നേയുള്ള നേരെ നടക്കാം. പിന്നെ നേരെ നടന്നിരുന്നപ്പോൾ മറ്റേ കണ്ട ഫാമിലി ഒന്നും ഇപ്പം അവിടെ ഇല്ല, എല്ലാവരും പോയി. അപ്പം ഞാൻ മാത്രം ഒറ്റക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ കുഴപ്പമില്ല, എല്ലാവരും മറ്റേ ഇതാണല്ലോ. അപ്പോൾ ആർക്കായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള മൂഡിൽ നടക്കണതാണ്. പക്ഷെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. അത്യാവശ്യം പാമ്പിൻ്റെയൊക്കെ എന്തായാലും സാധനം ഉണ്ടാവും, കാരണം നമുക്കത് ഉറപ്പുള്ള കേസാണ്. അത്യാവശ്യം നല്ല കാടാണല്ലോ അതിൻ്റെ അകത്ത്. അങ്ങനെ ഞാൻ നേരെ നടന്ന് പോയപ്പോൾ പ്രത്യേകിച്ച് അറ്റത്ത് ഒന്നും കാണാൻ ഉണ്ടായില്ല. പക്ഷേ അറ്റത്ത് പറഞ്ഞൊരു ആന ഉണ്ട് അവിടെ. അവൻ ഇത്തിരി പ്രശ്നക്കാരനായിരുന്നു. അപ്പോൾ അതിനകത്ത് തിരിച്ച് നടക്കണം. അത്യാവശ്യം പറഞ്ഞാലും മഴ പെയ്തേക്കൊണ്ട് ചെറിയൊരു മൂടൽ പോലെ ഉണ്ട് അവിടെ. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ റോമയും എൻ്റെ മോളും പുറത്ത് നിൽക്കണ്ടായിരുന്നു. അപ്പോൾ അവർക്കിപ്പോൾ അതിന് നടക്കാൻ അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് അവർ വന്നില്ല.
അപ്പം ഞാൻ എക്സ്പ്ലോർ കൊടുത്തിട്ടാണ്, അല്ലെങ്കിൽ അവരുണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമുണ്ടായില്ല. അപ്പം ഞാൻ കൊച്ചു നടക്കൂല, റോമിൽ നടക്കാൻ പോകുള്ളൂ. അപ്പം ഞാൻ അടുത്ത് നമ്മൾ പകുതി വെച്ച് കഴിഞ്ഞാൽ അവരെ വിളിച്ചാലും അവർ തിരിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് വേണ്ട. അപ്പം ഞാൻ അവിടുത്തെ വന്ന് നടന്നേക്കാന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ നേരെ നടന്ന് പോയി. അപ്പോൾ ഈ കാടിൻ്റെ ആ ശബ്ദമൊക്കെ കൂടി വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ സ്ഥലത്ത് എത്തിപ്പെട്ടു. ഇപ്പം എനിക്ക് മനസ്സിലായി കുഴപ്പമില്ല. അത് അവിടെ നിന്ന് തിരിച്ചടന്നപ്പോഴാണ് ഈ സ്പോട്ടിലെത്തിയത്. കാരണം അങ്ങോട്ട് പോയിട്ട് അവിടെ ബ്ലോക്ക് ചെയ്തിട്ടേക്കാം, അവർ അങ്ങോട്ട് പോകാൻ പാടില്ല. ഒരു സ്ഥലത്ത് വെച്ചിട്ട് അവർ ബ്ലോക്ക് ചെയ്തിട്ടേക്കെ. അങ്ങനെ തിരിച്ച് ഞാൻ നടന്ന് അപ്പോൾ വേറെ സ്ഥലമൊക്കെ എത്തി. അപ്പം ഞാൻ നോക്കി ഭയങ്കര വൈബായിട്ടുള്ള സ്ഥലം, ട്രീ ഹൗസ്. അപ്പം ഞാൻ തന്നെ മേളിലേക്ക് കയറാം. ഇവിടം വരെ വന്നേ എന്തായാലും കയറി. ഇത്രയും ട്രിപ്പായിരുന്നു, എന്നാലും കുഴപ്പമില്ല. എനിക്ക് ഇത്തിരി വണ്ണമുണ്ടല്ലോ. പിന്നെ അതിന് പണ്ടാണെങ്കിൽ വീണാൽ പിന്നെ ആരും ഉണ്ടാവില്ല പിടിക്കാൻ. ഞാൻ എന്നാലും എനിക്ക് ഡബിൾ മൈൻഡ് ആയിരുന്നു. അത് പോട്ടെ, വന്നിട്ട് ഇനി കയറാതെ പോയാൽ നമുക്കൊരു മനസ്സിലൊരു സുഖം ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ കയറി മേളിലെത്തിയപ്പോൾ അത്യാവശ്യം വ്യൂ കൊള്ളാം. വ്യൂ ഒക്കെ പൊളി. പക്ഷേ അതിൻ്റെ അടുത്ത പലക കൊള്ളൂല. പലക നോക്കിയപ്പോഴേ നൈസായിട്ടൊരു ഇളക്കം പോലെ. ഞാൻ നോക്കിയപ്പോൾ ആരുമില്ല. എങ്ങാണ്ട് സാധനം ഒടിഞ്ഞ് വീണിട്ടാണെങ്കിൽ ഞാൻ അവിടെ കിടക്കേണ്ട സ്കീം വന്ന് ഓർത്തിട്ട് ഞാൻ പയ്യെ ഗൈസ് നിലത്തേക്ക് ഇറങ്ങി. പിന്നെ നടന്ന് പോയപ്പോൾ ആ ഭാഗത്ത് 2 കപ്പിളൊക്കെ ഉണ്ടായിരുന്നത്. അവരവരുടെ കാര്യത്തിൽ നിൽക്കണമായിരുന്നു. അപ്പോൾ അങ്ങോട്ടൊന്നും പോയില്ല സ്ഥലത്തേക്ക്. നമ്മളുടെ ആ ഒരു ഒറ്റക്കുള്ള ഒരു എക്സ്പ്ലോറിങ്, കാരണം അത് കിട്ടാനായിട്ട് നമ്മൾ നടക്കാനല്ല. അങ്ങനെ ഞാൻ ഓർത്തു ഇത് വെള്ളം കുടിക്കണമല്ലോ. കാരണം അത്യാവശ്യം ദാഹിച്ചപ്പോൾ വെള്ളം കുടിക്കണമെങ്കിലും അത്യാവശ്യം അറ്റം വരെ പോകണം. ഇനി ഞാനൊരു എത്തുമ്പോഴും കിട്ടില്ല. എവിടെ എത്തുന്നത് എനിക്കൊരു പിടുത്തം കിട്ടില്ല. പക്ഷെ കാടാണ്, രസമായിട്ട് എൻജോയ് ചെയ്ത് പോകുന്നുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ ആ ശബ്ദവും ആ സ്പോട്ടൊക്കെ വേറെ മൂടും. അങ്ങനെ ആ ഒരു ട്രിപ്പിൽ പിന്നെ ഞാൻ നടന്നു. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ ആനകളെ കുളിപ്പിക്കാൻ കൊണ്ടുവന്ന സ്ഥലമുണ്ട്. പെരിയാറാണ് കാണുന്നത്. അപ്പോൾ ആനകളെ കുളിപ്പിക്കാൻ കൊണ്ടുവന്ന സ്ഥലമാണ്. അപ്പോൾ ഇറങ്ങി ഇതിൻ്റെ അപ്പുറത്ത് കാണുന്നത് ഇല്ലത്തോടാണ്. അങ്ങനെ ഞാൻ അവിടെ ഇറങ്ങിയപ്പോൾ അവിടെ കണ്ട് ചേട്ടന്മാർ കണ്ടത് സെക്യൂരിറ്റി ചോദിച്ചപ്പോൾ ചേട്ടന്മാർ പറഞ്ഞ് ഇതിൻ്റെ അപ്പുറത്താണ് ഇല്ലത്തോടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജസ്റ്റ് ചെന്നപ്പോൾ ഈ മഴ കാരണം അത്യാവശ്യം പുഴയൊക്കെ കുറച്ച് അഗ്രസീവായിട്ട് നിൽക്കണതാണ് സംഭവം. അപ്പോൾ ഞാൻ അവിടെയും കൂടി ചെന്ന് അപ്പോൾ ഇതേപോലെ സ്പോട്ട് അപ്പുറത്തും ഉണ്ട്. അപ്പം ഞാൻ നേരെ ചെന്നപ്പോഴാണ് ഒരു വഴിയായി നിൽക്കണം. അപ്പം ഞാൻ നോക്കി മനസ്സിലായി ഇത് ആനെ കുളിപ്പിക്കുന്ന സ്ഥലം തന്നെയാണെന്ന്. ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ആ ചേട്ടന്മാർ തന്നെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ആനെ കുളിപ്പിക്കുന്ന സ്ഥലം തന്നെയാണത് വന്നിട്ട്. അപ്പം ഞാൻ ഒരു ബോട്ടൊക്കെ ചെറിയൊരു വഞ്ചി മുങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല രസമായിരുന്നുണ്ട്. കാരണം എന്ന് വെച്ചെങ്കിൽ ക്ലൈമറ്റും അടിപൊളി ക്ലൈമറ്റ് എന്ന് വെച്ചെങ്കിൽ പൊളി ക്ലൈമറ്റ്. മഴ ഉള്ളതുകൊണ്ട് നമുക്ക് ചൂടൊന്നുമില്ല. മഴ വെയിലാണെങ്കിൽ അറിയാമല്ലോ ചൂടുണ്ട്. അപ്പോൾ അതൊന്നും ആ ഒരു സീനൊന്നുമില്ല. പക്ഷേ ഫുള്ള് ഈ ചെള്ള ആ ഒരു സംഭവമാണ്. ഫുള്ള് ഈ ചെളിയും ഇതൊക്കെയാണ്. കാരണം ഓഫ്കോഴ്സ് നമുക്കറിയാം മഴയായതുകൊണ്ട് നമുക്കറിയാം. അവിടെ പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് ചില്ലിയാണൊക്കെ വരാം. പക്ഷേ ഈ സ്മോക്കിങ്ങും ഡ്രിങ്കിങ്ങും ഒക്കെ അവിടെ സീനാണ്. പിന്നെ അത് ചെയ്യാനും പാടില്ല. കാരണം വെച്ചെങ്കിൽ ഈ പറഞ്ഞ പോലെ അതൊരു അങ്ങനത്തെ ഒരു ഏരിയ ആണല്ലോ. നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവിടെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സിനാണെങ്കിലൊക്കെ വന്ന് ഇരിക്കാം, എൻജോയ് ചെയ്യാം. എൻജോയ് വെച്ചെങ്കിൽ നല്ല രസമാണ്. കാരണം എനിക്ക് അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യണം. ഞാനീ പറഞ്ഞുകൊണ്ട് മാത്രം കേട്ടിട്ട് കാര്യമില്ല. നിങ്ങളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യണം സ്ഥലം. പ്രത്യേകിച്ച് ഇപ്പം പോകണം, ഈ മൺസൂണിൽ പോകണം കേട്ടോ. എനിക്ക് ചൂട് കാലത്തിലെ എക്സ്പീരിയൻസ് ഒക്കെ അറിയാൻ പോലെ എന്താണ്, ഞാൻ പോയിട്ടില്ല. അങ്ങനെ മൺസൂണിൽ പോകണം. മൺസൂണിൽ പിന്നെ ഏത് കാട്ടിൽ പോയാലും നമുക്ക് ആ ഒരു മൂഡ് കിട്ടും. ഈ സ്റ്റെപ്പ് ഇറങ്ങി ചെന്നാലും ആ ഒരു ഇതന്നെ കിട്ടും. പക്ഷെ ഞാൻ ഇറങ്ങിയില്ല. പിന്നെ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് പിന്നെ ആ സ്റ്റെപ്പ് ഇറങ്ങാൻ പോയില്ല. അത് ഞാൻ പിന്നെ നടന്നു അവിടെ നിന്ന്. അപ്പോൾ വേറെ ഏർമാടം കണ്ടു, ട്രീ ഹൗസ്. അപ്പോൾ പക്ഷേ അവിടെ ബ്ലോക്ക് ചെയ്തിട്ടേക്കാം. അപ്പോൾ ഞാൻ അത് വേണ്ട, കാരണം ഇനി ഇത് ബ്ലോക്കൊക്കെ മാറ്റി റിസ്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ അവിടെ നിന്ന് ഞാൻ ആ കുറച്ച് നേരം അത് നോക്കി നിന്നേച്ച് ഞാൻ നേരെ പുറത്തേക്കുള്ള വഴി അന്വേഷിച്ച് നടക്കണം. ഈ ബട്ടർഫ്ലൈ ഗാർഡനൊന്നും കാണുന്നില്ല. ഞാനോർത്ത് ഓക്കെ പണിപ്പാളി വഴി തെറ്റിയ. പക്ഷെ വഴി തെറ്റിയിട്ടുണ്ടായില്ല. നേരെ പോണ റൂട്ട് കറക്റ്റായിരുന്നു. പക്ഷെ നല്ല ചെളിയായിരുന്നു. ഈ പണ്ടാരം ആകെ അലമ്പാവെന്ന് ഓർത്തിട്ട്. പക്ഷേ എല്ലാം ഓക്കെ ആയിരുന്നു ഗൈസ്. സൂപ്പറായിട്ട് എൻജോയ് ചെയ്ത് വീട്ടിൽ പോയി.